വളരെ ചെറിയ പ്രായം മുതൽ കവിത എഴുതുന്ന ഒരു കുട്ടി പഠിച്ച് MA തലത്തിൽ പഠിക്കാൻ ചേരുമ്പോൾ യൂണിവേഴ്സിറ്റി സിലബസിൽ സ്വന്തം കവിത പഠിക്കാനുണ്ടാവുക. ലോക സാഹിത്യത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പറഞ്ഞു വന്നത് ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത അദ്ദേഹത്തിന് MA ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ സംഭവബഹുലമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് MK സാനു തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. UPSC മലയാളം സിലബസിൽ നമുക്ക് ഈ പുസ്തകം പഠിക്കാനുണ്ട്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മനോഹരമായ ധാരാളം സംഭവ കഥകൾ അതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ചങ്ങമ്പുഴയെക്കുറിച്ച് ഓർക്കുമ്പോൾ വാഴക്കുലയും രമണനും മനസ്സിനെയും ഒന്നും ഓർക്കാതെ ഒരു മലയാളിക്ക് കടന്നു പോകാൻ കഴിയില്ല. ഈ വാഴക്കുലയെക്കുറിച്ചൊരു കഥ അതിൽ പറയുന്നുണ്ട്. ഒരു കുട്ടി ഈ വാഴക്കുല വായിച്ചിട്ട് ഈ കവിയെ കാണാൻ പോകാൻ ഒരാഗ്രഹം തോന്നി. ഈ കവിത വായിച്ച കുട്ടിക്ക് കവിയെ കാണാൻ നഗരത്തിലേക്ക് പോകണമെങ്കിൽ വീട്ടിൽ കാശ് ചോദിച്ചപ്പോൾ കർഷകനായ പിതാവ് പറഞ്ഞു, കവിയെ കാണാൻ വേണ്ടി ബസ് കൂലിയൊന്നും തരാൻ കഴിയില്ല. ഒടുവിൽ ആ കുട്ടി തൻ്റെ പിതാവിനോട് ഈ കവിത വായിക്കാൻ ആവശ്യപ്പെടുകയും അവസാനം ഈ കവിത വായിച്ച പിതാവ് തൻ്റെ വീട്ടിലുണ്ടായ ഒരു വാഴക്കുലയും വെട്ടി കവിയെ കാണാൻ ചെന്നതായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ കേരളക്കരയെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിൽ മധുരനാരങ്ങ പോലെ വിറ്റഴിഞ്ഞ പുസ്തകം എന്നാണ് രമണൻ എഴുതിയ അവതാരികയിൽ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ 8 കൊല്ലത്തിനകത്ത് 20ഓളം പതിപ്പുകളും അതിൽ തന്നെ ഇത്രയധികം പുസ്തകങ്ങളും വിറ്റഴിയുക എന്നുള്ളത് മലയാള കവിതയിൽ അക്കാലത്തൊന്നല്ല ഇക്കാലത്തും അത്ര സംഭവ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ 25-ാം വയസ്സിൽ തൻ്റെ മാസ്റ്റർ പീസ് എഴുതിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചും മലയാളത്തിൽ ഇത്രയധികം ആഘോഷിക്കപ്പെട്ട ഒരു കവിയെക്കുറിച്ചും കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മനോഹരമായ സംഭവങ്ങളെക്കുറിച്ച് അറിയാനും നമുക്ക് മലയാളം ഓപ്ഷനിൽ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകാം. കൂടുതൽ ചർച്ച ചെയ്യാനും വായിക്കാനുമായി അയിലേൻ്റെ മലയാളം ഓപ്ഷണൽ ക്ലാസ്സുകളിലേക്ക് വരാം.